തിരുവനന്തപുരം നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചട്ടലംഘനത്തിൽ കോൺഗ്രസ് BJP കൗൺസിലർമാർക്കെതിരെ പരാതി. കാവിലമ്മയുടെയും ബലിദാനികളുടെയും ഗുരുദേവന്റെയും ഒക്കെ പേരിൽ സത്യവാചകം ചൊല്ലിയ 20 കൗൺസിലർമാർക്കെതിരെയാണ് പരാതി. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയും നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപകുമാണ് പരാതി നൽകിയത്. മഹേഷ് ചന്ദ്രനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. മഹേഷിലേക്കാണ്. മഹേഷ്, അന്ന് സത്യപ്രതിജ്ഞ നടന്നപ്പോൾ അതിനാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യം സ്വാമി ശരണമയ്യപ്പ വിളിക്കുന്നു, പിന്നീട് ദൈവങ്ങളുടെയൊക്കെ പേര് പറയുന്നു, ഗുരുദേവന്റെ പേര് പറയുന്നു, ബലിദാനികളുടെയൊക്കെ പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ. അതിലാണിപ്പോൾ പരാതി. ഇത് ചട്ടലംഘനം ആണോ ആകുന്നത്? എങ്ങനെയാണെങ്കിൽ മറ്റു നടപടികൾ ഏത് രീതിയിലായിരിക്കും? സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ മത്സര സ്വഭാവത്തോടു കൂടി തന്നെ സത്യപ്രതിജ്ഞയിൽ ഇത്തരം പല പേരുകൾ ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിലാണ് ഇപ്പോൾ പരാതികൾ ഉണ്ടായിരിക്കുന്നത്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 94 അതിൻ്റെ 143 സെക്ഷൻ്റെ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് CPIM ജില്ലാ സെക്രട്ടറി വി ജോയും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPIM പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപകുമാണ് പരാതി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ബന്ധപ്പെട്ട കേരള മുനിസിപ്പാലിറ്റി റൂള് 95 അതിൻ്റെ ലംഘനവുമുണ്ട് എന്നും ഈ പരാതി ചൂണ്ടിക്കാട്ടുന്നു. ഇത് 20 കൗൺസിലർമാർക്കെതിരെയാണ് പരാതി. അതിൽ ഭൂരിഭാഗം പേരും NDAയുടെ BJPയുടെ കൗൺസിലർമാരാണ്. അതിൽ ഗുരുദേവൻ നാമത്തിലാണ് ചെമ്പരന്തി ഉദയൻ, സുഗതൻ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ തന്നെ ഉദിയന്നൂർ ദേവിയുടെ നാമത്തിലാണ് പാങ്ങോട് ജയിച്ച വിഷ്ണുമോഹൻ സത്യപ്രതിജ്ഞ ചെയ്തത്. കാവിലമ്മയുടെ നാമത്തിലായിരുന്നു വല്യശാലയിൽ നിന്ന് വിജയിച്ച സൂര്യ VS സത്യപ്രതിജ്ഞ ചെയ്തത്. പൊന്നുമംഗലത്തെ ശ്രീദേവി ഭഗവത് നാമത്തിലും പാപ്പനങ്കോട് സജി, മേലാങ്കോട് പാപ്പനങ്കോട് സജി പത്മനാഭസ്വാമിയുടെ നാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. RC ബീനയും പത്മനാഭസ്വാമിയുടെ പേരിലായിരുന്നു സത്യപ്രതിജ്ഞ. അതുപോലെ ആശാനാഥ് ഭാരതാംബയുടെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. വയൽക്കര രതീഷ് തൻ്റെ പ്രസ്ഥാനത്തിലെ ബലിദാനികളുടെ പേരിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. വിനോദ് ചെറുവൈക്കലിലെ കൗൺസിലർ, അദ്ദേഹവും ആറ്റുകാൽ അമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഭാരതമാതാവിൻ്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. തിരുവല്ലം പരശുരാമൻ്റെ നാമത്തിലായിരുന്നു തിരുവല്ലത്ത് ജയിച്ച ഗോപകുമാർ സത്യപ്രതിജ്ഞ. അതുപോലെ തന്നെ ആറ്റുകാൽ അമ്മയുടെ പേരിൽ തന്നെയാണ് ആറ്റുകാൽ ജയിച്ച സ്തുതി SS സത്യപ്രതിജ്ഞ ചെയ്തത്. ഇരികുളങ്ങര ദുർഗാ ഭഗവതിയുടെ നാമത്തിലായിരുന്നു വി ഗിരി എന്ന BJPയുടെ കൗൺസിലർ, കമലേശ്വരത്തെ കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ തന്നെ പത്മനാഭസ്വാമിയുടെ അയ്യപ്പൻ്റെ പേരിലും ഒക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത സംഭവം ഉണ്ടായി. ഇതൊക്കെ തന്നെയും സത്യപ്രതിജ്ഞകൾ ഇത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ട പരാതിയാണ്. ഇവർ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ വരണാധികാരിയായ ജില്ലാ കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സത്യപ്രതിജ്ഞ വീണ്ടും വേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടാവും. കോൺഗ്രസ് നിന്ന് ജയിച്ച മേരി പുഷ്പം സത്യപ്രതിജ്ഞ നടത്തിയത്